വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഗസയുടെ ദുരന്തമുഖത്തു നിന്നും കാലൻ കോഴികളുടെ നിലവിളി അവസാനിക്കുന്നില്ല. നാളിതുവരെയായി 34,488 മനുഷ്യജീവൻ ഗസയിൽ പിരിഞ്ഞു. ഇതിൽ 70% കുട്ടികളും സ്ത്രീകളുമാണെന്നുള്ളതാണ് വളരെയധികം ഖേദകരവും പരിഷ്കൃത സമൂഹത്തിന് ലജ്ജാകരവുമായിട്ടുള്ളത്. 1.5 മില്യൺ ജനങ്ങൾ കുടിയിറക്കപ്പെടുകയും 70,000-ലധികം ആളുകൾ അംഗവൈകല്യം സംഭവിക്കുകയോ മാരകമായി മുറിവേൽക്കുകയോ ചെയ്തു. അതേസമയം അമേരിക്കയിലെ 40ഓളം യൂണിവേഴ്സിറ്റികളിൽ ഗസയിലെ വംശഹത്യക്കും അധിനിവേശത്തിനുമെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്താൻ തുടങ്ങി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രം കൊളംബിയ യൂണിവേഴ്സിറ്റിയാണെന്ന് പറയപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി 100-ൽ-അധികം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ഒട്ടനവധി വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വേണ്ടിവന്നാൽ പട്ടാളത്തെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. റിയാദിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ സൗദി രാജകുമാരൻ ഫലസ്തീനിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടു. മേഖലയിലെ സുസ്ഥിരമായ സമാധാനത്തിന് ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പിലാക്കണമെന്നും അതുവഴി ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന് സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തിന്റെ പൂർത്തീകരണത്തിനും ഇറാന്റെ പങ്ക് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹേഗിലെ അന്താരാഷ്ട്ര കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. അതുകൊണ്ടായിരിക്കാം തിരക്കിട്ട ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇസ്രായേൽ മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ഇസ്രായേലിന്റെ ആധിപത്യപരമായ ചർച്ചയോട് ഹമാസ് മുഖതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ പരിപൂർണ പിന്മാറ്റമില്ലാതെ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയില്ലെന്നും ബന്ദികളെ വിട്ടു നൽകിയില്ലെന്നുമാണ് ഹമാസ് പറയുന്നത്.